സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്നലെ ഒരു ദിവസം ആസിഫ് അലിയുടെ ചിത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയായിരുന്നു. രമേശ് നാരായണന്റെ അനുചിത പെരുമാറ്റത്തിൽ മാതൃകാ പ്രതികരണം കൂടി നടത്തിയിരിക്കുകയാണ് നടൻ ആസിഫ് അലി. വിഷമമോ പരിഭവമോ ഇല്ലെന്ന് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും ആസിഫ് പ്രതികരിച്ചു. അനുകൂല പോസ്റ്ററുകൾ ഉയർത്തിയും കയ്യടികളോടെയും നടനെ സ്വീകരിച്ച് കൊച്ചിയിലെ കോളേജ് വിദ്യാർത്ഥികൾ രംഗത്തെത്തി. പക്വതയില്ലായ്മയെന്ന് ഫിഫ്ക പ്രതികരിച്ചു. തന്നെ മനസ്സിലാക്കിയതിന് നന്ദിയെന്നായിരുന്നു വിവാദങ്ങളിൽ രമേശ് നാരായണന്റെ പ്രതികരണം. എന്നാൽ പേര് തെറ്റിച്ചതാണ് ദേഷ്യത്തിന് കാരണമെങ്കിൽ തന്നോട് പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് അവതാരക ജ്വൽ മേരിയും പ്രതികരിച്ചു. കയ്യടികളോടെ സദസ്സ്, കൈയുയർത്തി സ്നേഹാദരവേറ്റുവാങ്ങി നടൻ ആസിഫ് അലി. വിവാദങ്ങൾക്ക് ശേഷം ആസിഫ് ആദ്യമായി എത്തിയ വേദിയിൽ നടന് പരസ്യ പിന്തുണയുയർന്നു. സെന്റ് ആൽബർട്ട് കോളേജ് വിദ്യാർത്ഥികൾ പോസ്റ്ററുകൾ ഉയർത്തി നിലപാട് പ്രഖ്യാപിച്ചു. പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു തുടങ്ങിയ ആസിഫ് അലി ആകട്ടെ വിവാദങ്ങളിൽ പ്രതികരിച്ചത് പക്വതയോടെയും അതീവ സൂക്ഷ്മതയോടെയും. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. താൻ അപമാനിതനായെന്ന് തോന്നിയത് കൊണ്ടാകാം പലരും പിന്തുണ നൽകിയത്. അതിനെ ബഹുമാനിക്കുന്നതിനൊപ്പം രമേശ് നാരായണന്റെ ആ ദിവസത്തെ മാനസികാവസ്ഥയെ കൂടി താൻ മനസ്സിലാക്കുന്നുവെന്നായിരുന്നു നടന്റെ പ്രതികരണം. അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രമേശ് നാരായണനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് വിവാദങ്ങൾ തീർത്തുവെന്ന് പറഞ്ഞുകൊണ്ട് ആസിഫ് അലി പ്രതികരണം അവസാനിപ്പിച്ചു. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. വേദിയിൽ ആസിഫ് അലിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അമല പോൾ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇന്നലെ he faced a very difficult situation in his life and I'm so proud of him. വിമർശനങ്ങൾ ശക്തമായതിനു പിന്നാലെ ഫെഫ്കി അടക്കം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുകയായിരുന്നു. പ്രവൃത്തി ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വിവാദങ്ങളിൽ നടൻ ആസിഫ് അലി പ്രതികരിച്ചതിന് പിന്നാലെ സംഗീത സംവിധായകൻ രമേശ് നാരായണനും മറുപടിയുമായി രംഗത്തെത്തി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പോയി. ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി. അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപമാനിതനായില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് മനോരഥങ്ങൾ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ തുടങ്ങിയ വിവാദങ്ങൾക്ക് നടൻ ആസിഫ് അലി അവസാനം കുറിച്ചത്. പക്വതയോടെ മാതൃകയോടെ പ്രതികരിച്ച ആസിഫ് അലിക്ക് കൈയടിക്കുകയാണ് വീണ്ടും സോഷ്യൽ മീഡിയ. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.